ഈ വീഡിയോയിൽ കാണിക്കുന്ന പല കാര്യങ്ങളും മുതിർന്നവരുടെ പ്രസൻസ് ഇല്ലാതെ അനുകരിക്കരുത്. ഇതേപോലുള്ള വയർഡായിട്ടുള്ള ഇയർഫോൺസ് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ തന്നെ വലിച്ചെറിഞ്ഞ് കളയാറാണ് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. കാരണം വേറെ ഒന്നുമില്ല, നമുക്കിത് സിമ്പിളായിട്ട് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ പലരും അതിന് മനസ്സ് വെക്കാറില്ല എന്നുള്ളതാണ് സത്യം. 2 വർഷമായിട്ട് ഈ ഇയർഫോൺ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അതിനുള്ള മെയിൻ കാരണം വേറെ ഒന്നുമല്ല, അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി തന്നെ. ഇത് ശരിയാക്കി എടുക്കാൻ ആകെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് നോളജ് മാത്രം മതി. ബിഗിനേഴ്സിന് എളുപ്പം ചെയ്യാൻ പറ്റാവുന്ന എന്നാൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ടുപോകും, ഉപകാരപ്പെടും. ഇങ്ങനത്തെ ഇയർഫോൺസൊക്കെ ശരിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതിൻ്റെ അകത്ത് ഫ്ലെക്സ് ക്വിക്ക് അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ, ഫെവിക്വിക്ക് അങ്ങനത്തെ പശയെല്ലാം ഇട്ട് ഒട്ടിച്ചു വെക്കും. ഒരിക്കലും ഫ്ലെക്സ് ക്വിക്ക്, ഫെവിക്വിക്ക് പോലുള്ള ഗ്ലൂ ഒഴിച്ചിട്ട് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഒട്ടിച്ച് വെക്കാതിരിക്കുക. പിന്നെ എന്തെങ്കിലും അഴിക്കേണ്ടി വന്നാൽ ഒരിക്കലും പറ്റിയെന്ന് വരില്ല. അങ്ങനെ വല്ലതും ചെയ്താൽ ഇതേപോലെ സ്ക്രൂ ഡ്രൈവറും ബ്ലേഡൊക്കെ ഉപയോഗിച്ച് കുത്തിപ്പറച്ചെടുക്കേണ്ടി വരും. എങ്ങനെ തന്നെ കേടുവന്ന ഒരു ഇയർഫോൺ ആണെങ്കിലും അതിൻ്റെ PCB ഇതേപോലെ അതിൻ്റെ അകത്തുനിന്ന് അഴിച്ചെടുക്കുന്നതാണ് ആദ്യത്തെ ടാസ്ക്. അഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ സൈഡിലോ വശങ്ങളിലോ എവിടെയെങ്കിലും ഒന്ന് അമർത്തി ഒന്ന് സ്ക്രൂ ഡ്രൈവർ കൊണ്ടാൽ അത് അതേപടി കംപ്ലൈൻ്റ് ആയി പോകും. അതുകൊണ്ട് നല്ല കെയർഫുള്ളായിട്ട് വേണം നമ്മുടെ ബിഗിനേഴ്സ് കൂട്ടന്മാർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ബ്ലേഡ് ഉപയോഗിച്ചാണ് ഈ വയർ നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ പ്രാവശ്യവും ഇത് റിപ്പയർ ചെയ്ത് പൂട്ടി വെക്കുമ്പോഴും ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് ഇട്ട് വയറുകൾ വിട്ടുപോകാത്ത രീതിയിൽ ഞാൻ ഒട്ടിച്ച് വെക്കാറുണ്ടായിരുന്നു. അതെനിക്കിപ്പോൾ പണിയായി. ഇയർഫോൺസിൻ്റെ വയർ സ്ട്രിപ്പ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും കത്രിക യൂസ് ചെയ്യരുത്. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോൾ തന്നെ കണ്ടില്ലേ, ഫുള്ളായിട്ട് കട്ടായി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കട്ട് ചെയ്തെടുത്ത് ഒരു 1/4 ഇഞ്ച് മാത്രം പുറത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ തുമ്പ് നല്ല രീതിയിൽ ബ്ലേഡ് കൊണ്ട് ഉരച്ച് ഷാർപ്പൺ ചെയ്യണ പോലെ അതിൻ്റെ കോട്ടിങ് മൊത്തം കളഞ്ഞെടുക്കണം. ഇങ്ങനെ വരുന്ന വയേഴ്സിനെല്ലാം അത്യാവശ്യം ഇൻസുലേഷൻ നല്ല പ്ലാസ്റ്റിക് കോട്ടിങ്ങിലുണ്ടാവും. പല പല കളേഴ്സിലായിരിക്കും. അതെല്ലാം പോയി നല്ല ഗോൾഡൻ കളർ ആണോ വരെ ഉരച്ചെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ സെറ്റാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ആദ്യത്തെ ടാസ്ക് നമ്മുടെ കഴിഞ്ഞു. അടുത്ത നല്ല നീറ്റായിട്ട് നമുക്കൊന്ന് സോൾഡർ എടുക്കാം. പല ആൾക്കാർ പല രീതിയിലാണ് സോൾഡർ ചെയ്യുന്നത്. ഈ ഉരച്ചെടുത്ത വയർ ഞാൻ ഇതിൻ്റെ അത് മുക്കി പിടിച്ചാണ് സോൾഡർ ചെയ്യുന്നത്. അതിന് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് എക്സ്പേർട്ടുകൾ എൻ്റെ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയണേ. എനിക്കതങ്ങനെ മുക്കി പിടിച്ചുള്ള സോൾഡറിംഗ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത്. കണ്ടില്ലേ, നല്ല രീതിയിൽ അത് സെറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ 4 വയറും സോൾഡർ ചെയ്ത് പിടിപ്പിച്ചെടുക്കണേ. അത് കഴിഞ്ഞിട്ടുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ PCB ഒന്ന് നീറ്റാക്കി എടുക്കണം. PCBയിൽ ഞാൻ അന്ന് ചെയ്ത കുറേ വൃത്തികെട്ട സോൾഡറിംഗ് ഉണ്ട്, അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഇതേപോലുള്ള കുഞ്ഞൻ PCB കയ്യിൽ വെച്ച് സോൾഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. അല്ലാത്ത ആൾക്കാർ തേർഡ് ഹാൻഡ്, അതായത് ക്ലോ ഹാൻഡിൽ പോലത്തുള്ള സാധനങ്ങൾ വെച്ച് അറ്റാച്ച് ചെയ്ത് PCB അതിൻ്റെ അകത്ത് വെച്ചിട്ട് വേണം സോൾഡർ അഴിക്കാനായിട്ട്. അങ്ങനെ പഴയ സോൾഡർ ലെഡെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ 4 സോൾഡർ ചെയ്ത് വെച്ച വയറുകൾ കറക്റ്റ് PCBയുടെ ലെഫ്റ്റും റൈറ്റും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇത് സോൾഡർ ചെയ്യുമ്പോൾ ലെഫ്റ്റും റൈറ്റും മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. കണ്ടില്ലേ, നമ്മുടെ സോൾഡറിങ് നല്ല പക്കയായിട്ട് പിടിച്ചിട്ടുണ്ട്. അടുത്തത് ഈ സോൾഡർ ചെയ്ത PCB അതിൻ്റെ കേസിങ്ങിലേക്ക് കറക്റ്റായിട്ട് വീണ്ടും വെക്കണം. പക്ഷേ അതിൻ്റെ അകത്ത് നേരത്തെ നമ്മൾ ഒഴിച്ചു വെച്ച കുറേ ഫ്ലെക്സ് ക്യൂക്ക്, ഗ്ലൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് PCB സ്യൂട്ടാകാൻ പറ്റിയ രീതിയിലാണ് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ചാനൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ അടുത്ത ചെയ്യേണ്ടത് ഇയർഫോണിൻ്റെ കേസിങ് അഴിക്കണം. ഇതേപോലെ ഫുള്ളായിട്ട് മാസ്കിംഗ് ടേപ്പ് കൊണ്ട് നല്ല രീതിയിൽ ചുറ്റിന് ശേഷം 1-2 മിനിറ്റ് പതിയെ എയർ ബ്ലോർ കൊണ്ട് ചൂടാക്കിയ ശേഷം സിമ്പിളായിട്ട് അഴിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ നേരത്തെ സൂക്ഷിച്ചും കണ്ട് ചെയ്തില്ലെങ്കിൽ കൈക്ക് നല്ല രീതിയിൽ പൊള്ളൽ ഏൽക്കും. കാരണം ബ്ലോവർ ഗൺ അത്രയും പവറാണ്. കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് നേരം ചൂടാക്കിയാൽ മതി, അഴിഞ്ഞിങ്ങോട്ട് പോകുന്നുള്ളൂ. അത്യാവശ്യം വാട്ട്സ് കൂടിയ എയർ ബ്ലോവർ യൂസ് ചെയ്യാൻ നേരത്ത് അധികം ചൂടാക്കാതെ നൈസായിട്ട് വേണം അഴിച്ചെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ സൈഡെല്ലാം ഉരുകി ഇതേപോലെ ഇരിക്കും. അങ്ങനെ കേസിങ് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് അതിൻ്റെ അകത്തേക്ക് വന്നേക്കണ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള 2 വയറുകൾ ഇതേപോലെ സാൻഡ് ചെയ്ത് നല്ല രീതിയിൽ സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മാറ്റമില്ല, സെയിം പ്രൊസീജിയർ. ഈ ഒരു സൈഡ് സോൾഡർ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം വേറെ ഒന്നുമല്ല, ആ ഒരു കേസിങ്ങിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആ വയറിൻ്റെ അറ്റത്ത് ഇവരൊരു കെട്ടിട്ട് വെക്കും. കാരണം വയർ റിട്ടേൺ ഇറങ്ങി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പോർഷൻ സോൾഡർ ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. അതിങ്ങനെ വളഞ്ഞ് നിൽക്കുന്നുണ്ട്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വരില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ലോ ഹാൻഡിലൊന്നും കയ്യിലില്ലാത്ത ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും പ്ലെയറോ കാര്യങ്ങളോ വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം സോൾഡർ ചെയ്യണം കേട്ടോ. എന്നെപ്പോലെ അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഇങ്ങനെ 3 പേരിൽ അതിൻ്റെ ഇടയിൽ വെച്ച് സോൾഡർ ചെയ്യാന്നുള്ളൂ. വീഡിയോ എടുക്കുന്നതിൻ്റെയും സോൾഡർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം വിട്ടുപോയി, കെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കെട്ട് രണ്ടാമത് ഞാൻ ഇട്ടിട്ട് വീണ്ടും കേസിങ് അടക്കുക കേട്ടോ. ഈ കെട്ട് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിട്ടില്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ തന്നെ ഹെഡ്സെറ്റിൻ്റെ സോൾഡറിങ് വിട്ട് സിമ്പിളായിട്ട് അഴിഞ്ഞിങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ ഒരു വിധത്തിൽ സോൾഡറിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഡ്രൈവർ ഞാൻ അതിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഹോട്ട് എയർ ബ്ലോവർ കൊണ്ട് അഴിച്ചെടുത്ത് കൊണ്ടിട്ട് സൈഡ് ചെറുതായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും പറ്റുന്നതാണ്. സോ എയർ ബ്ലോവറിൻ്റെ വാട്ട്സ് നോക്കി മാത്രം നിങ്ങൾ കളിക്കുക. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ ബഡ് എല്ലാം സെറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണേ. സംഗതി നല്ല കിടിലനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. വീണ്ടും പഴയ പടി. വീട്ടിൽ കൊച്ചു കുട്ടികളും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇയർ ബഡുകൾ അല്ലെങ്കിൽ ഇയർ ഫോണുകൾ അരികത്ത് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും
ഏറ്റവും നല്ലത്. കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പാടത്താണ്, അവർ വലിച്ചു പൊട്ടിച്ചിരിക്കും. അങ്ങനെ ഇയർഫോൺ വർക്കിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കേസിങ് പൂട്ടാം. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളിൻ്റെ SH ആണ്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫെവിക്കോൾ ധാരാളം. ഒന്ന് ഉണങ്ങി കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. പക്ഷേ ഇനി നമുക്ക് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പശ തന്നെ ബെറ്റർ. അങ്ങനെ അത്യാവശ്യത്തിന് ഗ്ലൂ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലൊക്കെ ഇട്ടിട്ട് ഞാനിത് പ്രസ് ചെയ്ത് പൂട്ടി വെക്കുന്നുണ്ട്. ഗ്ലൂ ചെയ്യാൻ നേരത്ത് ഔട്ടറിലും കൂടി ഗ്ലൂ ചെയ്യാൻ നോക്കുക. ഇത് ഉണങ്ങി കഴിയുമ്പോൾ വലിയ കളറൊന്നും ഉണ്ടാവില്ല, സോ വലിയ ബോറിംഗ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം. ഇങ്ങനത്തെ ഗ്ലൂ ഒക്കെ തേച്ച് ഒട്ടിച്ച് വെച്ചതിന് ശേഷം അതൊന്ന് ഹാൻഡിൽ ചെയ്ത് നിൽക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ മാസ്കിംഗ് ടൈപ്പ് ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ അത് അഴിഞ്ഞ് വീഴും. അതുകൊണ്ടിട്ടാണ്. അങ്ങനെ ഈ ഇയർഫോൺ 2-3 പ്രാവശ്യം ഇതുപോലെ കട്ട് ചെയ്ത് സോൾഡർ ചെയ്ത് പേസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം ഇയർഫോണിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുറച്ച് നേരം വെയിലത്ത് വെക്കുന്നുണ്ട്. നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് സെറ്റായി കിട്ടും. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ പ്ലാസ്റ്ററിങ് എല്ലാം പൊളിച്ചൊന്ന് നോക്കട്ടെ. പക്ഷേ വലുതായിട്ട് ഉണങ്ങിയിട്ടില്ല. എന്നാലും എൻ്റെ വീഡിയോ എടുക്കാനുള്ള ധൃതി കാരണം ഞാൻ പതിയെ അതിൻ്റെ ടേപ്പ് ഒന്ന് അഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഇൻ കേസ് ഇത് ഉണങ്ങിയാൽ തന്നെ നിങ്ങൾ അഴിച്ചെടുക്കാൻ നേരത്ത് പതിയെ അഴിക്കാൻ പാടുള്ളൂ. ടേപ്പ് നല്ല സ്റ്റിക്കായിട്ട് നിൽപ്പുണ്ടാവും. മാസ്കിംഗ് ടേപ്പാണ്, സൂക്ഷിച്ചും കണ്ടും ചെയ്യുക. കണ്ടില്ലേ, ആ ഗ്ലൂ അവിടെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു പാട് പോലും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെറ്റ് ആയതുകൊണ്ട് സ്പീക്കറിൻ്റെ പോർഷനിലൊന്നും ഞാൻ ഗ്ലൂ വന്നിട്ടില്ല. അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഗ്ലൂവിൻ്റെ ആവശ്യമില്ല. സോ ഇങ്ങനെയുള്ള ഇയർഫോൺസൊക്കെ നിങ്ങൾ വലിച്ചെറിഞ്ഞ് കളയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇത്രയുള്ള കാര്യം ശരിയാക്കി എടുക്കാന്നേ ഉള്ളൂ. എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഇയർബഡ്, ഇയർഫോൺസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരെണ്ണം ഫേവറേറ്റ് ആയിട്ട് ഉണ്ടാവും. അത് കളയരുത്. മ്യൂസിക് ഈസ് എവറിത്തിങ്.